ഹായ് ഫ്രണ്ട്സ്, ബൂനിയൻ ഇലക്ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഓൾറെഡി മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ലൂപ്സ് വെച്ചിട്ട് ഫോർ ലൂപ്പും വൈൽ ലൂപ്പും വെച്ചിട്ട് അതെങ്ങനെ ചെയ്യലെന്ന് പഠിച്ചു. ഓക്കെ, അതിൽ പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മളോട് ഡിസ്കസ് ചെയ്യാം. ഇനി ഫസ്റ്റ് ഇവിടെ പറയാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഫോർ ലൂപ്പിലാണെങ്കിൽ ഫോർ ഐ ഇൻ റേഞ്ച് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് രണ്ട് ബ്രാക്കറ്റിനുള്ളിൽ രണ്ട് വാല്യൂസ് ആണ് കൊടുത്തത്, അതോ പാരാമീറ്റേഴ്സ്. 3 വാല്യൂസ് വരെ കൂടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് രണ്ട് വാല്യൂസ് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് വാല്യൂ കൊടുത്ത്, ഇപ്പോൾ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 1, പിന്നെ ഇറ്ററേഷൻ വാല്യൂ അത് കൊടുത്ത് 2, പിന്നെ നമ്മൾ സ്റ്റെപ്പ് സൈസ് കൊടുക്കണം. ഇപ്പോൾ അല്ല, ഇവിടെ രണ്ടാമത് 1 മുതൽ 1,12 വരെ എനിക്ക് റിപ്പീറ്റ് ചെയ്ത് ലൂപ്പ് റിപ്പീറ്റ് റൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് റൺ ചെയ്യേണ്ടത് എനിക്ക് 1 മുതൽ കണ്ടിന്യൂസ് അല്ല വേണ്ടത്, സ്റ്റെപ്പ് സൈക്കിൾ 2 ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് നമുക്ക് 2 കൊടുക്കാം. സ്റ്റെപ്പ് സൈക്കിളാണ് മൂന്നാമത്തെ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രിന്റ് ഐ. ഓക്കെ, ഇനി ഇത് റൺ ചെയ്താൽ നമുക്ക് 1 മുതൽ ഓരോന്ന് ഇടപെട്ടിട്ടുള്ള സംഖ്യകൾ കിട്ടും. റണ്ണാവുന്നുണ്ട്. 1, 3, 5, 7, 9, 11, 12 ഇത് ഇൻക്ലൂഡഡ് അല്ല, 11 വരെ കിട്ടി. ഇനി നമുക്ക് ഇവിടെ 3 ആക്കണമെന്നുണ്ടെങ്കിൽ, അല്ല 4 സ്റ്റെപ്പ് സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ 1, 5, 9 കിട്ടി. ഇനി മൈനസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുത്തു നോക്കാം, അതും പറ്റും. അതെന്തുകൂടെ വരാത്ത വെച്ചാൽ 1 മുതൽ 12 വരെയുള്ള മൈനസ് കൊടുക്കുമ്പോൾ 12ൻ്റെ ഇതിലേക്ക് കിട്ടൂല, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ മൈനസ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ റേഞ്ച് 12 പ്രാവശ്യം പോസിറ്റീവ് 12 പ്രാവശ്യം അല്ല, നെഗറ്റീവ് 12 പ്രാവശ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഇത് എൻഡിങ് മൈനസ് ആകുമ്പോൾ 1 മുതൽ 12 വരെ മൈനസ് ആയിട്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ -12 കൊടുത്തത്. ഇനി ഈ ഇത് 12 to 1 തിരിച്ചെഴുതി കൊടുക്കാം നമുക്ക്. അങ്ങനെ എഴുതിയിട്ടൊന്ന് നോക്കാം നമുക്ക്, അത് പറ്റുമോ. ഓക്കെ, ഇപ്പോൾ 1 മുതൽ ഇവിടെ 12 കൊടുക്കാം, എന്നിട്ട് സ്റ്റാർട്ടിങ് 12, ദെൻ എനിക്ക് എത്ര വരെ വരണം, 1 വരെ പോരണം. അതെങ്ങനെയാണ്, -2 പ്രൊഡ്യൂസ് ചെയ്ത് പോരണം, അത് കൊടുത്തു വേണ്ട. അപ്പോൾ 12, 10, 8 റിവേഴ്സ് ഓർഡറിൽ ചെയ്യണമെങ്കിൽ ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി. ഈ വെറുതെ നമ്മൾ ഇതന്നെ ഞാൻ കോപ്പി എടുക്കുന്നു. വെറുതെ നമ്മൾ വെറും 12 മാത്രം കൊടുക്കുകയാണെങ്കിൽ അത് 0 to 12 വരെ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്ത് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതിൽ ലൂപ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് പാസ് എന്താണ് നമുക്ക് നോക്കാം. ഞാൻ ഒരു ലൂപ്പ്, ഈ ലൂപ്പ് ഞാൻ അതേപോലെ കോപ്പി എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് റൺ ചെയ്താൽ നമുക്ക് എങ്ങനെ കിട്ടും, 12, 10, 8 ആ രീതിയിൽ പോകും. ഇത് ഞാൻ തിരിച്ച് മാറ്റിയെടുക്കുന്നു, 1 മുതലാണ്, 1 to 12 വരെ. 12 സ്റ്റെപ്പ് സൈക്കിള് ഞാൻ എഴുതുന്നില്ല. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ സ്റ്റെപ്പ് സൈക്കിൾ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യും. ഓക്കെ, 11 വരെ കിട്ടി. ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മൾ അനദർ ഈഫ് കണ്ടീഷൻ കൊടുക്കുക. ഈഫ് ഐ ഈക്വൽ 5. അങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ റൺ ചെയ്താൽ എന്താ വെച്ചാൽ ഇത് എറർ വന്നു, അൺഎക്സ്പെക്ടഡ് ഇൻഡെക്സ് ബ്ലോക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഈഫ് നമ്മൾ ഇപ്പോൾ നമുക്ക് ഒരു ലോജിക്ക് ഇവിടെ മനസ്സിൽ വന്നില്ല, പക്ഷെ ഭാവിയിൽ നമുക്ക് വലിയ കോഡ് എഴുതുമ്പോൾ ഇവിടെ ഒരു ലോജിക്ക് വരണം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിന് നമ്മൾ ഭാവിയിൽ നമ്മൾ ആ കോഡ് ചെയ്തെങ്കിൽ നമുക്ക് ഇതിന് എറർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പാസ് എന്നുള്ള ഒരു കമാൻഡ് കൊടുക്കും. അപ്പോൾ നമുക്ക് ഈ ക്ലോസ് എന്താക്കി ഒഴിവാക്കിയിട്ട് ഇതിൽ ബാക്കിയുള്ളത് റൺ ചെയ്ത് കിട്ടി. അപ്പോൾ ഇനി ഭാവിയിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ കൊടുത്തിട്ട് എന്താക്കാം, കണ്ടീഷനിലേക്ക് നമുക്ക് യൂസ് ചെയ്യാം, നമുക്ക് അത് ഓർമ്മ വരാൻ വേണ്ടിയിട്ട്.
ഈ പർപ്പസിന് വേണ്ടിയിട്ടാണ് പാസ് കൊടുക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ബ്രേക്കാണ്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ നോക്കാം. ബ്രേക്ക് അതെങ്ങനെയാന്ന് വെച്ചാൽ ഇതേപോലെ ഫോർ റേഞ്ച് ഞാൻ എത്ര കൊടുക്കുന്നത് 1 to 10 കൊടുക്കുന്നത്. ഇഫ് I ഈക്വൽ 5 ആണെങ്കിൽ എന്താക്കണം, ഇതിലേക്ക് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ദെൻ ഞാൻ ഇൻഡന്റിന്റെ ഈഫിന്റെ അതേ ഫോറിന്റെ ഇൻഡന്റിനെ കറക്റ്റ് ആക്കിയിട്ട് എന്താക്കും, പ്രിന്റ് ആയി. അപ്പൊ ഇതിൽ എന്താ വരില്ലെന്ന് വെച്ചാൽ ഈ 5 ഇതിൽ സാധാരണ ഈ ഫോർ ലൂപ്പിൽ 1 to 10 വരെ കണ്ടിന്യൂസ് ഉണ്ടാവാൻ വേണ്ടിയത്. ഓക്കെ, പക്ഷെ ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവിടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഈ I = 5 ആകുമ്പോൾ അത് ബ്രേക്ക് ചെയ്ത്, മനസ്സിലായില്ലേ? ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 1 മുതൽ ഈ ബ്രേക്ക് ഇല്ലാതെ ബ്രേക്കിന് നമ്മൾ കമാൻഡ് ആക്കിയിട്ട് ഇത് രണ്ടും നമ്മൾ കമാൻഡ് ആക്കിയാൽ അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് കൺട്രോള് സ്ലാഷ് അടിച്ചാൽ മതി. ഇപ്പോൾ കമാൻഡായിട്ട് മതി. ഇതിങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം വരുമായിരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ എനിക്ക് 4 എത്തുമ്പോൾ തന്നെ 5 ഇൻക്ലൂഡഡ് അല്ല, എക്സ്ക്ലൂഡഡ് ആണ്. 4 എത്തുമ്പോൾ തന്നെ എനിക്ക് ഔട്ട് അടിക്കണം എന്നുണ്ടെങ്കിൽ ഈ കമാൻഡ് ഈ ലൂപ്പ് ഓപ്പറേഷൻ നിർത്തണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് കൊടുക്കാം, മനസ്സിലായില്ലേ? ആ പർപ്പസിനാണ് ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടി സെലക്ട് ചെയ്ത് കൺട്രോള് സ്ലാഷ് അടിച്ചാൽ എന്താവും, കമാൻഡ് പോകും. അപ്പോൾ 4 വരെ കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിൽ ലൂപ്പിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്താ വെച്ചാൽ കണ്ടിന്യൂ. എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ കണ്ടിന്യൂ എന്നുള്ള നെയിം ഇൻഡിക്കേഷൻ ചെയ്യുന്ന പോലെ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഇതേ സെയിം സംഭവത്തിൽ ബ്രേക്കിന് പകരം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നു വിചാരിക്കുക. അപ്പം നമ്മൾ എന്താണോ ഏത് കണ്ടീഷനാണ് കൊടുത്ത് ആ കണ്ടീഷൻ ഒഴിവാക്കിയിട്ട് അടുത്ത കണ്ടിന്യൂ ആ കണ്ടീഷൻ മാത്രം ഒഴിവാക്കും, മനസ്സിലായില്ലേ? ഈ 5 എന്നുള്ള കണ്ടീഷനെ സ്കിപ്പ് ചെയ്യും, ബാക്കിയുള്ളത് നമുക്ക് കിട്ടും. ഇതിൽ 1 2 3 4 കഴിഞ്ഞിട്ട് പിന്നെ 5 ഇല്ല, 5 സ്കിപ്പ് ചെയ്ത് ഈ ഇതിലെ ഉള്ളിലെ ഈ ക്ലോസിൽ I = 5 ആകുന്നത് സ്കിപ്പ് ചെയ്ത് ബാക്കിയുള്ളത് കിട്ടി. ഇതിലാണ് കണ്ടിന്യൂ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കുന്നത് വെച്ചാൽ ഒരു ലൂപ്പിന്റെ ഉള്ളിലുള്ള ഇനി നമ്മൾ നോക്കുന്ന ഔട്ടർ ലൂപ്പ്, ഇന്നർ ലൂപ്പ് ആൻഡ് ഔട്ടർ ലൂപ്പ്. ഓക്കെ, ഔട്ടർ ലൂപ്പ് ആൻഡ് ഇന്നർ ലൂപ്പ്. അതിനൊരു എക്സാമ്പിൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നോക്കാം. ഉദാഹരണത്തിന് ഒരു ലൂപ്പിന്റെ ഉള്ളിൽ വേറൊരു ലൂപ്പ് കൊടുക്കുന്നു. ഇപ്പൊ എനിക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കിട്ടണം 1 മുതൽ 10 വരെ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കോഡ് എഴുതുന്നു. എന്താ വെച്ചാൽ n = ഇൻറ്റ് ഈ ഇൻറ്റ് എങ്ങനെ ചെയ്യുന്നത്, ഇൻപുട്ടായിട്ട് നമ്മൾ യൂസറിൻ്റെ അടുത്ത് സ്വീകരിക്കാം. ഓക്കെ, ഇൻപുട്ട് എൻ്റർ എ ഇൻറ്റിജർ. ഈ ഇതിലേക്ക് നമ്മളൊരു ഇൻറ്റിജർ യൂസർ ഇൻപുട്ട് എൻ്റർ ചെയ്താൽ നമ്മൾ ആദ്യം ഒരു ഫോർ ലൂപ്പിനെ റൺ ചെയ്യും. ഫോർ ലൂപ്പ് നമ്പർ ഇൻ റേഞ്ച് ചെയ്ത് ഇത് ഔട്ടർ ലൂപ്പാണ് കേട്ടോ. അപ്പോൾ
സ്റ്റാർട്ട് ചെയ്യുന്നത് 1 മുതൽ 10 വരെയല്ല നമുക്ക് കിട്ടേണ്ടി. അപ്പോൾ ഇത് യൂസർ എത്രയാണോ കൊടുത്ത ആ നമ്പറിൻ്റെ വരെ 1 മുതൽ ആ നമ്പർ വരെ എന്താക്കണം, നമുക്ക് ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കിട്ടണം. ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ദെൻ ഇതിന് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ഫോർ ലൂപ്പിനെ ഞാൻ കൊടുക്കുന്നു. ഫോർ ഐ ഇൻ റേഞ്ച് 1 to 11 വരെ. പ്രിന്റ് നമ്പർ ഇൻറ്റു ഐ എൻ്റെ ഈക്വൽ ടു ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ സ്പേസ് എഴുതി കൊടുക്കാം, എൻഡായിട്ട് വരണം. ഓക്കെ. ദെൻ നമ്മൾ ഔട്ടർ ലൂപ്പിലേക്ക് എത്തണം. ഔട്ടർ ലൂപ്പ് ഈ കണ്ടീഷൻ ഫുള്ള് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കണം, ഔട്ടർ ലൂപ്പ് റൺ ചെയ്യണം. അപ്പോൾ പ്രിന്റ് ഇത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇപ്പം ഞാനിവിടെ യൂസർ ഒരു 7 കൊടുത്തു. 1 മുതൽ 7 വരെ നമുക്ക് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കിട്ടി. 1, 2, 3, 2, 4, 6, 7 വരെ കിട്ടി. അതെങ്ങനെ വന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫസ്റ്റ് കമാൻഡില്ലേ, ഈ ഏതിലൊരു നമ്പർ കൊടുക്കുമ്പോൾ അത് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചു. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ലൈന് ഇതാണ്, ഈ ഫോർ ലൂപ്പാണ്. ഈ ഫോർ ലൂപ്പിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇത് 1 മുതൽ എത്ര വരെ റൺ ചെയ്യണം, ഇവിടെ എ കൊടുത്തോണ്ട് എ വരെ റൺ ചെയ്യണം. A+1 അഥവാ എ വരെ. അപ്പോൾ ഐട്രേഷൻ 1 നോക്കും. 1 നോക്കുമ്പോൾ നെക്സ്റ്റ് ഇതിലേക്ക് ഇവിടെ ഈ കമാൻഡിലേക്ക് വരില്ല. അപ്പോൾ ഇവിടെ പ്രിന്റ് അല്ല കൊടുത്തത്, ഇവിടെ വീണ്ടും ഒരു ഫോർ ലൂപ്പ് കൊടുത്തു. അപ്പോൾ ഈ ഫോർ ലൂപ്പ് റൺ ചെയ്യും. അപ്പോൾ ഈ ഫോർ ലൂപ്പിൽ ഐ എന്ന് പറഞ്ഞാൽ എത്ര, 1 മുതൽ 11 വരെയാണ്. അപ്പോൾ 1 നമ്പർ എടുക്കും. അപ്പോൾ എന്നിട്ട് നേരെ നെക്സ്റ്റ് ലൈനിലേക്ക് വരുമ്പോൾ ഇവിടെ പ്രിന്റാണ് കൊടുക്കുന്നത്. ഇവിടെ എന്താണുള്ളത്, നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഇൻറ്റു ഐ, അഥവാ നമ്പർ ഇവിടെ നേരത്തെ 1 ആയിരുന്നു. അപ്പോൾ 1 ഇൻറ്റു ഐ അഥവാ 1 ഇൻറ്റു 1. മനസ്സിലായില്ലേ? 1 ഇൻറ്റു 1 ചെയ്യുമ്പോൾ അപ്പോൾ 1 കിട്ടി. ആ 1 ഇവിടെ വന്നത്, ഈ 1. പിന്നെ വീണ്ടും ഈ ലൂപ്പ് തന്നെ റൺ ചെയ്യും. 1 ഇൻറ്റു 1 കഴിഞ്ഞ് പിന്നെ അടുത്തത് ഈ ഐ എന്താവും, ഓട്ടോമാറ്റിക് അപ്ഡേഷൻ ചെയ്തിട്ട് 2 ആയി. 2 ആകുമ്പോൾ 2 ഇൻറ്റു ഇവിടെ രണ്ടാമത്തെ ലൂപ്പിൽ. അപ്പോൾ നെക്സ്റ്റ് നമ്പർ 1 ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ 2 കിട്ടും. രണ്ടാമത്തെ ഇറ്ററേഷന് വരുന്നത് എന്താണ്, രണ്ടാമത്തെ ഇറ്ററേഷനിൽ നമ്പർ ഇൻറ്റു 1 ഇൻറ്റു 2, അപ്പോൾ 2 തന്നെ. ഓക്കെ. നെക്സ്റ്റ് 3. അങ്ങനെ 10 ആകുമ്പോൾ എന്താവും, ഈ ഇറ്ററേഷൻ ഇവിടെ ഇന്നർ ലൂപ്പിലെ ഇറ്ററേഷൻ തീരും. ഓക്കെ. തീർന്നു കഴിഞ്ഞാൽ നേരെ ഈ സ്റ്റേറ്റ്മെന്റ് ഇത് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ലൈനിലേക്ക് ഇത് മനസ്സിലാക്കുക, ഈ പ്രിന്റ് എന്നുള്ളത് നെക്സ്റ്റ് ലൈനിലേക്ക് പ്രിന്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ പ്രിന്റ് ചെയ്യാൻ നെക്സ്റ്റ് ലൈനിലേക്ക് വരും. അപ്പോൾ എന്നിട്ട് പിന്നെ ഈ ഔട്ടർ ലൂപ്പാണ് പിന്നെ എക്സിക്യൂട്ട് ചെയ്യൽ. ഓക്കെ. ഈ ഔട്ടർ ലൂപ്പ്. അപ്പോൾ ഇവിടെ നേരത്തെ 1 ഇനി ഇവിടെ 2 ആയിട്ട് മാറും. പിന്നെ വീണ്ടും 2 ആകുമ്പോൾ 1 ഇൻക്രീസ് ചെയ്ത് രണ്ടാമത്തെ ലൂപ്പ് ആകുമ്പോൾ വീണ്ടും ഇതിലേക്ക് വരുമ്പോൾ വീണ്ടും 2 to 2 into 1, 2 into 2, അങ്ങനെയാണ് ഇവിടെ ഈ രണ്ടാമത്തെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കിട്ടുന്നത്. പിന്നെ ഇത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. ഇതെന്തിനാ വെച്ചാൽ, ഇവിടെ പ്രിന്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു സ്പേസ് വിട്ടിട്ട്, ഇപ്പോൾ ഇവിടെ ഇതിൽ കണ്ടല്ലോ 1, 2, 3, ഇതൊരു സ്പേസ് വിട്ടിട്ട് ഒരേ സെയിം ലൈനിലാക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഇവിടെ ഈ ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ ഒരു സ്പേസ് ഇട്ടിട്ടില്ലെങ്കിൽ റൺ ചെയ്താൽ നിങ്ങൾക്ക് അടുത്തടുത്ത് കിട്ടും. ഉദാഹരണത്തിന് അവിടെ എൻ്റർ ചെയ്യും അടുത്തടുത്ത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്പേസ് കൊടുത്തത്. ഇതിന് പകരം നമുക്ക് ഇവിടെ ഒരു കോമ ഇട്ടാലും മതി. അപ്പോൾ കോമായിട്ട് വരും. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി.